വെൽക്കം ഓൾ. വെൽക്കം ടു ഏണസ്റ്റ് അക്കാഡമി. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് സ്ട്രക്ചറൽ അനാലിസിസിലെ ഒരു ചെറിയ പോർഷനാണ്. പൊതുവെ എല്ലാവരും ഭയങ്കര ഭീതിയോടുകൂടി കാണുന്ന ഒരു ഏരിയയാണ് സ്ട്രക്ചറൽ സബ്ജക്ട്സ് എന്ന് പറയുന്നത്. പക്ഷേ കൺസെപ്റ്റ്സ് ക്ലിയർ ആണെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാംസിന് വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റും കൂടിയാണ് സ്ട്രക്ചറൽ സബ്ജക്ട്സ്. അതിൽ വരുന്നവയാണ് നമുക്കറിയാം മെക്കാനിക്സ് ഓഫ് സ്ട്രക്ചേഴ്സ്, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്, സ്ട്രക്ചറൽ അനാലിസിസ് എന്നീ സബ്ജക്ട്സ് എല്ലാം, എഞ്ചിനീയറിംഗ്, മെക്കാനിക്സ്, ഇവയെല്ലാം സ്ട്രക്ചറൽ സബ്ജക്ട്സിൻ്റെ അണ്ടറിൽ വരുന്നവയാണ്. സോ അതിൽ തന്നെ നമ്മൾ ഒരു ഹയർ ഗ്രേഡിൽ പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ് സ്ട്രക്ചറൽ അനാലിസിസ്. ഈ സ്ട്രക്ചറൽ അനാലിസിസിൻ്റെ പ്രീ റിക്വസിറ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന ചെറിയ സബ്ജക്ട്സുകളാണ് എഞ്ചിനീയറിംഗ്, മെക്കാനിക്സും അതുപോലെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസും എല്ലാം. സോ ഇന്ന് നമ്മൾ ഈ സബ്ജക്റ്റിൽ നോക്കാൻ പോകുന്നത് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ് ILD അഥവാ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാംസ്. പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുന്നവരാണെങ്കിൽ കൂടി മനസ്സിലാകും, ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നടന്ന മിക്ക എക്സാംസിനും ഒരു ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് മസ്റ്റായിട്ടും വന്നിട്ടുണ്ട്. സോ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ILD അഥവാ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം. നമ്മളെല്ലാവരും SFD, BMD എന്നെല്ലാം കേട്ടിട്ടുണ്ട്. ഷിയർ ഫോഴ്സ് ഡയഗ്രാം അഥവാ അതുപോലെ തന്നെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം അല്ല. എന്തായിരുന്നു ഒരു SFD അല്ലെങ്കിൽ ഒരു BMD എന്നെല്ലാം പറയുന്നത്? SFD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിയർ ഫോഴ്സിന്റെ വേരിയേഷനാണ് നമ്മൾ കാണിക്കുന്നത്. അതേപോലെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൻഡിങ് മൊമെന്റിന്റെ വേരിയേഷനാണ് കാണിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം അഥവാ ILD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ILD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല പാരാമീറ്റേഴ്സിന്റെ വേരിയേഷനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു ടൂളാണ്. ഏതൊക്കെ പാരാമീറ്റേഴ്സിന് റെപ്രസെന്റ് ചെയ്യാമെന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇറ്റ് റെപ്രസെന്റ്സ് ദി വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് ലൈക്ക് റിയാക്ഷൻ, ബെൻഡിങ് മൊമെന്റ്, ഷിയർ, ഡിഫ്ലക്ഷൻ, സ്ലോപ്പ് എക്സെട്ര. നമ്മൾ പറഞ്ഞു ഷിയർ ഫോഴ്സ് ഡയഗ്രാം അഥവാ SFD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിയർ ഫോഴ്സ് എന്ന പാരാമീറ്ററിന്റെ വേരിയേഷനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതേപോലെ BMD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൻഡിങ് മൊമെന്റ് എന്ന പാരാമീറ്ററിന്റെ വേരിയേഷനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നേരെ മറിച്ച് ILD അഥവാ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കാണിച്ചിട്ടുള്ള ഏത് പാരാമീറ്ററിന്റെ വേരിയേഷന് വേണമെങ്കിലും റെപ്രസെന്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു ടൂളാണ് ILD. ഈ ILD എന്ന് പറയുന്നതിന്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ ഒരു ILD എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. സോ അതാണ് പറയുന്നത് അടുത്ത പോയിന്റിൽ. ഇറ്റ്സ് എ ഡയഗ്രാം റെപ്രസെന്റിംഗ് ദ വേരിയേഷൻ ഓഫ് ദി പാരാമീറ്റേഴ്സ് വെൻ എ യൂണിറ്റ് ലോഡ് റോൾസ് ഫ്രം വൺ എൻഡ് ഓഫ് ദി സപ്പോർട്ട് ടു ദി അതർ എൻഡ്. ഒരു യൂണിറ്റ് ലോഡ് ഒരു എൻഡിൽ നിന്ന് മറ്റൊരു എൻഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ പല പാരാമീറ്റേഴ്സിനുണ്ടാകുന്ന വേരിയേഷൻ. പാരാമീറ്റേഴ്സ് ഏതൊക്കെയാകാം? അത് ചിലപ്പോൾ ഒരു റിയാക്ഷൻ ആകാം, ഒരു ബെൻഡിങ് മൊമെന്റ് ആകാം, ഒരു ഷിയർ ആകാം, അല്ലെങ്കിൽ ഒരു ഡിഫ്ലക്ഷനോ സ്ലോപ്പോ ആകാം. ഇങ്ങനെ വരുന്ന പാരാമീറ്റേഴ്സിന്റെ വേരിയേഷൻ ഒരു മൂവിംഗ് ലോഡ് ഒരു എൻഡിൽ നിന്ന് മറ്റൊരു എൻഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ വേരിയേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ഡയഗ്രമാണ് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം. ഓക്കെ, സോ നമുക്ക് ഇതിന്റെ ഡെഫിനിഷനിൽ നിന്നും തന്നെ മനസ്സിലായി ഇത് മൂവിംഗ് ലോഡിന്റെ എഫക്റ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഉപാധിയാണ് എന്ന് നമുക്ക് ഇതിന്റെ ഡെഫിനിഷനിൽ നിന്ന് തന്നെ മനസ്സിലായി. അപ്പോൾ ഓർത്തു വയ്ക്കുക, ഒരു യൂണിറ്റ് ലോഡ് ഒരു എൻഡിൽ നിന്ന് മറ്റെൻഡിലേക്ക് പോകുമ്പോൾ ആ മെമ്പർ അല്ലെങ്കിൽ ആ സ്ട്രക്ചറിൽ ചില പാരാമീറ്റേഴ്സിൽ വേരിയേഷൻ ഉണ്ടാകും. ആ വേരിയേഷൻ റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡയഗ്രമാണ് ILD. അപ്പോൾ ഏതൊക്കെയായിരിക്കും ആ പാരാമീറ്റേഴ്സ്? റിയാക്ഷൻ, ബെൻഡിങ് മൊമെന്റ്, ഷിയർ, ഡിഫ്ലക്ഷൻ, സ്ലോപ്പ് എന്നിവയൊക്കെയാണ് ആ പാരാമീറ്റേഴ്സ്. PSC എക്സാംസിന് അല്ലെങ്കിൽ ബാക്കി എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും പൊതുവായിട്ട് ചോദിക്കാറുള്ള വേരിയേഷൻ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് എല്ലാം വരാറുള്ളത് ILDയിൽ നിന്നും. ILD ഫോർ റിയാക്ഷൻ, ILD ഫോർ ബെൻഡിങ് മൊമെന്റ് ആൻഡ് ILD ഫോർ ഷിയർ ഫോഴ്സ്. ഈ 3 ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. ഇപ്പോൾ ലാസ്റ്റ് നടന്ന കുറെ കോമൺ എക്സാംസ് ഉണ്ട്, അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാംസിന്റെ ILD ഫോർ ഷിയർ ഫോഴ്സിൽ നിന്നായിരുന്നു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. പക്ഷെ മിക്കപ്പോഴും ബെൻഡിങ് മൊമെന്റ് ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരാറുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ക്വസ്റ്റ്യൻസിൽ വരുന്ന എക്സാംസിന് നമുക്ക് വേണമെങ്കിൽ ILD ഫോർ റിയാക്ഷനിൽ നിന്ന് വേണമെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്.
സോ ഒരിക്കലും പണ്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ആ ഒരു ഏരിയയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യരുത്, അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ബാക്കി ഏരിയാസിലും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനും കൂടി ഒരു ഇത്തിരി സ്ട്രെസ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ ഇതാണ് ILDയുടെ ഡെഫിനിഷനും അല്ലെങ്കിൽ ILDയുടെ ഇൻട്രൊഡക്ഷനും നമ്മൾ പറഞ്ഞത്. സോ നമ്മൾ പറഞ്ഞായിരുന്നു SFDയും BMDയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബെൻഡിങ് മൊമെന്റിന്റെ അല്ലെങ്കിൽ ഷിയർ ഫോഴ്സിന്റെ വേരിയേഷനെ കാണിക്കുന്ന ടൂളാണ്. ആ കേസിൽ നമുക്ക് എല്ലാവർക്കും അറിയാം അതെപ്പോഴും ഒരു ഫിക്സഡ് ലോഡിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഫിക്സഡ് ലോഡിന്റെ എഫക്റ്റിനെയാണ് SFDയും BMDയും റെപ്രസെന്റ് ചെയ്യുന്നത് എങ്കിൽ, പക്ഷേ ILD നമ്മൾ പറഞ്ഞായിരുന്നു മൂവിങ് ലോഡിന്റെ എഫക്റ്റിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ILDയുടെ ഒരു യൂസ് എന്ന് പറയുന്നത് ആണ് അത് ഒരു മൂവിങ് ലോഡ് എവിടെ പ്ലേസ് ചെയ്താലാണ് ഒരു സ്ട്രക്ചറിൽ മാക്സിമം ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കൽ കണ്ടീഷൻ ഉണ്ടാകുന്നത് അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മളെ ILD ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ അതാണ് ലാസ്റ്റ് പോയിന്റ് പറഞ്ഞത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ബ്രിഡ്ജ് ഡിസൈനിൽ ഒരു റെയിൽവേ ബ്രിഡ്ജോ അല്ലെങ്കിൽ റോഡ് ബ്രിഡ്ജോ ഇതിലൊക്കെ മൂവിങ് ലോഡ്സ് ആണ് ഉണ്ടാവുന്നത് അല്ലെ, വെഹിക്കിൾസ് എല്ലാം മൂവ് ചെയ്യുകയാണ്. സോ ആ ഒരു അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സിന്റെ ഒക്കെ ഡിസൈനിന്റെ കേസിൽ നമുക്ക് എപ്പോഴും ക്രിട്ടിക്കൽ കണ്ടീഷൻ അല്ലെങ്കിൽ മോസ്റ്റ് ഡിസൈറബിൾ കണ്ടീഷൻ ചൂസ് ചെയ്യേണ്ടി വരാറുണ്ട്. അങ്ങനെയുള്ള ആ ഒരു കണ്ടീഷൻ ചൂസ് ചെയ്യാനായിട്ട് നമ്മൾക്ക് ILDയുടെ ഹെൽപ്പ് എല്ലാം ലഭിക്കാറുണ്ട്. ബിക്കോസ് നിങ്ങൾ ബ്രിഡ്ജ് ഡിസൈൻസ് ഒക്കെ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നമുക്ക് അബട്ട്മെന്റ്സിനകത്തുള്ള റിയാക്ഷൻ ചെക്ക് ചെയ്യാനോ അല്ലെങ്കിൽ റിയാക്ഷൻ എത്ര വരും എന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആക്ച്വലി അങ്ങനെ ഒരു കണ്ടീഷൻ ILDയുടെ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ലോജിക്ക് യൂസ് ചെയ്തിട്ടാണ് അതെല്ലാം അപ്ലൈ ചെയ്യാറുള്ളത്. സോ ILDയുടെ ഏറ്റവും വലിയ യൂസ്ഫുൾനെസ് എന്ന് പറയുന്നത് ഇതാണ്, വേർ ഷുഡ് ദി മൂവിംഗ് ലോഡ്സ് ബി പ്ലേസ്ഡ് ഓൺ ദി സ്ട്രക്ചർ so that it creates greatest influence at the specified point. ഏത് ലോഡ് ഏത് മൂവിംഗ് ലോഡ് എവിടെ ഇരിക്കുമ്പോഴായിരിക്കും ഒരു സ്ട്രക്ചറിൽ മാക്സിമം ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്നത് എന്ന് ഡിസൈഡ് ചെയ്യാനായിട്ട് നമുക്ക് ILD അഥവാ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം എന്ന ടൂള് യൂസ് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് ILDയുടെ ഇൻട്രൊഡക്ടറി പാർട്ട്. ഓക്കെ, ഇനി നമ്മൾ ILD ഓരോന്നായിട്ട് നമ്മൾ പറഞ്ഞായിരുന്നു കോമ്പറ്റേറ്റീവ് എക്സാംസിന് മെയിൻ ആയിട്ടും റിയാക്ഷൻ, ഷിയർ, ബെൻഡിങ് മൊമെന്റ് എന്നിവയുടെ ILDs ആണ് പൊതുവെ ചോദിക്കാറുള്ളത്. അതിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്യുമ്പോൾ അതിനോരോ സൈൻ കൺവെൻഷൻ ഒക്കെ ഉണ്ട്. നമുക്ക് SFDക്കും BMDക്കും ഒക്കെ നമ്മൾ ഓരോ സൈൻ കൺവെൻഷൻ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെയാണ് ILDയുടെ സൈൻ കൺവെൻഷനും. ഇത് ഡിപ്പെൻസ്, ഓരോരുത്തരുടെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ വേരി ചെയ്യുന്ന അനുസരിച്ച് ഇത് മാറാം. ഇവിടെ നമ്മൾ ഈ ഒരു ത്രൂ ഔട്ട് ILD എന്ന് പറയുന്ന സെക്ഷനിൽ യൂസ് ചെയ്യുന്ന സൈൻ കൺവെൻഷൻ ആണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ILD ഫോർ റിയാക്ഷനിൽ റിയാക്ഷൻ അപ്വേർഡ്സ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി കൺസിഡർഡ് ആസ് പോസിറ്റീവ്. ആൻഡ് ILD ഫോർ ഷിയറിൽ സെക്ഷന്റെ ലെഫ്റ്റ് സൈഡ് റിയാക്ഷൻ ഷിയർ ഡൗൺവേർഡ്സ് ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി കൺസിഡർഡ് ആസ് പോസിറ്റീവ്. ആൻഡ് റൈറ്റ് സൈഡ് ഡൗൺ ആണെങ്കിൽ പോസിറ്റീവ്. ഇഫ് ലെഫ്റ്റ് സൈഡ് അപ്പ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി കൺസിഡർഡ് ആസ് പോസിറ്റീവ് ഓൾസോ. ആൻഡ് ILD ഫോർ ബെൻഡിങ് മൊമെന്റ് ആസ് ഓൾവേസ് സാഗിങ് ബെൻഡിങ് മൊമെന്റ് ആണെങ്കിൽ പോസിറ്റീവ്, ഹോഗിങ് ആണെങ്കിൽ നെഗറ്റീവ്. സോ ഇതാണ് യൂസ് ചെയ്യുന്ന സൈൻ കൺവെൻഷൻ. ഓക്കെ, നമ്മൾ ഈ ഒരു ചെറിയ സെഗ്മെന്റിൽ ഇപ്പൊ കാണാൻ പോകുന്നത് ILD ഫോർ റിയാക്ഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ്. സോ ILD ഫോർ റിയാക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മളിപ്പോൾ ഇവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാംസ് ആണ്. ആൻഡ് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ റിയാക്ഷൻ ആണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. സോ നമ്മുടേത് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് സിംഗിൾ മൂവിംഗ് ലോഡ്, ഒറ്റ ഒരു മൂവിംഗ് ലോഡേ അതിലുള്ളൂ. സോ ഇതാണ് നമ്മുടെ ഡയഗ്രാം. AB എന്ന് പറയുന്ന ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ഓഫ് സ്പാൻ ലെങ്ത് L ആൻഡ് ദിസ് 1' ഈസ് എ മൂവിംഗ് ലോഡ് ആൻഡ് ഇറ്റ് വിൽ ഇസ് മൂവിംഗ് ഫ്രം സപ്പോർട്ട് A ടു സപ്പോർട്ട് B. ഓക്കെ, അപ്പോൾ ഒറ്റ ഒരു ഇൻസ്റ്റന്റിൽ ഈ യൂണിറ്റ് ലോഡിന്റെ ഡിസ്റ്റൻസ് എയിൽ നിന്നും X ഡിസ്റ്റൻസ് ആണ്. സോ ബിയിൽ നിന്നും L-X ഡിസ്റ്റൻസും ആണ് നമുക്കറിയാം. സോ നമ്മുടെ എന്താണ്, നമ്മൾ ILD ഫോർ റിയാക്ഷൻ ആണ് കാണാൻ പോകുന്നത്. സോ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സപ്പോർട്ട്സ് ഉണ്ട്, സിംപ്ലി സപ്പോർട്ടഡ് എൻഡ്സ് ആണ്. സോ രണ്ട് റിയാക്ഷൻ ഉണ്ട്, സപ്പോർട്ട് എയിലെ റിയാക്ഷനും സപ്പോർട്ട് ബിയിലെ റിയാക്ഷനും. സപ്പോർട്ട് എയിലെ റിയാക്ഷൻ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ബിയിലെ കണ്ടുപിടിക്കാനോ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഇതൊരു സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു മൊമെന്റ് അബൌട്ട് എ കൺസിഡർ ചെയ്യുന്നു. സോ അതിൽ നിന്ന് നമുക്ക് VB ഇസ് ഈക്വൽ ടു X/L ഇൻ ടേംസ് ഓഫ് എക്സിൽ നമുക്ക് VBനെ കിട്ടി. അതുപോലെ തന്നെ
വി എ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ടോട്ടൽ 1 മൈനസ് എക്സ് ബൈ എൽ ചെയ്താൽ മതി. അത് നമുക്ക് 1 മൈനസ് എക്സ് ബൈ എൽ അതിനെ സമ്മറൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദറ്റ് ഈസ് എൽ മൈനസ് എക്സ് ബൈ എൽ എന്നും ലഭിക്കും. ഓക്കെ, സോ നമുക്ക് വി എ വി ബി, അതായത് നമുക്ക് വേണ്ട രണ്ട് റിയാക്ഷൻസ്, നമ്മൾ ILD4 റിയാക്ഷൻ ആണ് ചെയ്യുന്നത്. വി എനെയും വി ബിനെയും ഇൻ ടേംസ് ഓഫ് എക്സ് നമുക്ക് കിട്ടി. ഇനി നമ്മൾ ഡയഗ്രാം വരയ്ക്കാൻ പോവുകയാണ്. സോ നമ്മൾ ആദ്യം വരയ്ക്കാൻ പോകുന്നത് ILD4 വി എ ആണ്. അതിനുവേണ്ടി നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ എന്താണ്? വി എ ഇസ് ഈക്വൽ ടു 1 മൈനസ് എക്സ് ബൈ എൽ. ഓക്കെ, സോ വി എ ഈക്വൽ ടു 1 മൈനസ് എക്സ് ബൈ എൽ. നമുക്കറിയാം, നമുക്ക് രണ്ട് പോയിന്റ്സ് ഉണ്ട്. എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ട് എ ആണ്. എക്സ് ഈക്വൽ ടു എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ട് ബി ആണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. എയിൽ നിന്നാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. സോ എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയും എക്സ് ഈക്വൽ ടു എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയുമാണ്. ഓക്കെ, അപ്പം നമുക്ക് എക്സിന് നമ്മുടെ കയ്യിലുള്ള രണ്ട് വാല്യൂസ് കൊടുക്കുന്നു. എക്സ് ഈക്വൽ ടു 0യിൽ വി എയുടെ വാല്യൂ 1 ആണ്. എക്സ് ഈക്വൽ ടു എല്ലിൽ വി എയുടെ വാല്യൂ 0 ആണ്. നമുക്ക് രണ്ട് വാല്യൂസ് കിട്ടി. നമ്മൾ അതിനെ പ്ലോട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ എ ബി എന്ന് പറയുന്ന അതേ ലെങ്ത്തിൽ ഒരു ലൈൻ വരച്ചു. അതിനുശേഷം നമുക്കറിയാം എ എന്ന് പറയുന്ന പോയിന്റിലെ വാല്യൂ എത്രയാണ്? 1 ആണ്. സോ ഞാനവിടെ 1 മാർക്ക് ചെയ്തു. 1ൽ ഒരു ഓർഡിനേറ്റ് വരച്ചു, 1 മാർക്ക് ചെയ്തു. അടുത്ത എക്സ് ഈക്വൽ ടു എല്ലിൽ വി എയുടെ വാല്യൂ എനിക്ക് 0 ആണ്. സോ എക്സ് ഈക്വൽ ടു എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻഡാണ്. ബി എന്ന് പറയുന്ന എൻഡിൽ എൻ്റെ വാല്യൂ 0 ആണ്. ഓക്കെ, അപ്പോൾ എനിക്ക് രണ്ട് പോയിന്റ്സ് കിട്ടി. ഇനി ഈ രണ്ട് പോയിന്റ്സിനെ ജോയിൻ ചെയ്യണം. എങ്ങനെ ജോയിൻ ചെയ്യണം, ഏത് ടൈപ്പ് ഡയഗ്രാം ആയിരിക്കും എന്നുള്ളതാണ് നമ്മുടെ മനസ്സിൽ വരുന്ന അടുത്ത കാര്യം. നമുക്കിവിടെ നമ്മുടെ എക്സ്പ്രഷൻ നോക്കിയാൽ തന്നെ മനസ്സിലാകും. വി എ ഇസ് ഈക്വൽ ടു 1 മൈനസ് എക്സ് ബൈ എൽ. നമുക്ക് ഇതൊരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലാണ്. ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ അല്ലെങ്കിൽ ഒരു ലീനിയർ ഓൾജിബ്ര അല്ലെങ്കിൽ ഒരു ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്? ഒരു സ്ട്രെയിറ്റ് ലൈനെ റെപ്രസെന്റ് ചെയ്യുന്ന ഇക്വേഷൻ ആയിരിക്കും. സോ ഇത് എന്ന് പറയുന്നതും അങ്ങനെ തന്നെയാണ്, ലീനിയർ വേരിയേഷൻ ആണ്. സോ നമ്മുടെ ഡയഗ്രാം എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. സോ ഈ ലൈനിന്റെ ഇക്വേഷൻ ആണ് 1 മൈനസ് എക്സ് ബൈ എൽ എന്ന് പറയുന്നത്. ഓർക്കുക. ഓക്കെ, സോ അങ്ങനെ നമ്മൾ ILD4 വി എ കണ്ടുപിടിച്ചു. ഇനി ഇതിൻ്റെ സൈൻ എങ്ങനെയായിരിക്കും? നമ്മൾ വി എ അപ്വേർഡ് ഡയറക്ഷനിലാണ് എടുത്തത്. നമുക്ക് കിട്ടിയതും വി എ 1 മൈനസ് എക്സ് ബൈ എൽ പോസിറ്റീവ് ആയിട്ട് തന്നെയാണ്. സോ ദിസ് ഡയഗ്രാം ഈസ് കൺസിഡർഡ് ടു ബി പോസിറ്റീവ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വി ബിയുടെ ഡയഗ്രാം. സെയിം പ്രൊസീജിയർ. വി ബിയുടെ എക്സ്പ്രഷൻ എന്താണ്? വി ബി ഈക്വൽ ടു എക്സ് ബൈ എൽ. രണ്ട് പോയിന്റ്സിലും എക്സ് ഈക്വൽ ടു 0ലും എക്സ് ഈക്വൽ ടു എല്ലിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് എക്സ് ഈക്വൽ ടു 0യിൽ വി ബിയുടെ വാല്യൂ 0 എന്നും എക്സ് ഈക്വൽ ടു എല്ലിൽ വി ബിയുടെ വാല്യൂ 1 എന്നും ലഭിക്കുന്നു. സോ നമ്മുടെ ILD4 വി ബി എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. നോക്കുക, ഏത് ഏത് സപ്പോർട്ടിലെ റിയാക്ഷന്റെ ILD ആണോ ചോദിക്കുന്നത് ആ സപ്പോർട്ടിൽ ആയിരിക്കും മാക്സിമം വാല്യൂ. ഇവിടെ നോക്കുക, ഇവിടെ ILD4 വി എ ആണ്. നോക്കൂ, അപ്പോൾ എ എന്ന് പറഞ്ഞ സപ്പോർട്ടിലാണ് മാക്സിമം വാല്യൂ ആയ 1 ഉള്ളത്. ഇത് അടുത്ത ചോദിച്ചിരിക്കുന്നത് ILD4 വി ബി ആണ്. സോ ബി എന്ന് പറയുന്ന സപ്പോർട്ടിലാണ് മാക്സിമം വാല്യൂ. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ സിമ്പിളായിട്ട് ലോജിക്കായിട്ട് ആലോചിച്ചാൽ മതി. ലോഡ് ഇങ്ങനെ മൂവ് ചെയ്ത് ഈ ബി എന്ന് പറയുന്ന പോയിന്റിൽ റീച്ച് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ലോഡും വെർട്ടിക്കലായിട്ട് ബി എന്ന് പറയുന്ന സപ്പോർട്ടിലേക്കാണ് പോകുന്നത്. സോ അവിടെ റിയാക്ഷൻ എന്ന് പറയുന്നത് ഈ മൂവ് ചെയ്യുന്ന യൂണിറ്റ് ലോഡിന്റെ വാല്യൂവിനോട് ഈക്വൽ ആയിരിക്കും. അതാണ് നമ്മളിവിടെ 1 എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഓർക്കുക, വേരിയേഷൻ ലീനിയർ ആണ്, നോട്ട് പാരാബോളിക്. ഒരു കർവ് ലീനിയർ വേരിയേഷൻ ഉണ്ടാകുന്നത് ILDയുടെ കേസിൽ ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സിലാണ്. ഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സിലെ വേരിയേഷൻ ഓൾവേസ് ലീനിയർ ആയിരിക്കും. ഏതും ആയിക്കോട്ടെ, ILD4 റിയാക്ഷനോ ബെൻഡിങ് മൊമെന്റോ ഷിയർ ഫോഴ്സോ ഏതും ആയിക്കോട്ടെ, അവിടെ ILD4 ഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ ഓൾവേസ് ലീനിയർ ആയിരിക്കും. ILD4 ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ കർവ് ലീനിയർ വേരിയേഷൻ ആയിരിക്കും. നമുക്ക് ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ പഠിക്കാനില്ല, അത് ഭയങ്കര കോംപ്ലക്സ് ആണ്. നമുക്ക് ഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ് ആണ് പഠിക്കാനുള്ളത് ഈ ഒരു ILD എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ അകത്ത്. അതും വളരെ സിമ്പിൾ ആയിട്ടുള്ളത്, ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമും പിന്നെ ഓവർഹാങ് ബീമിൻ്റെയും മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. നമുക്ക് ഇപ്പോൾ ഇത് ക്ലിയർ ആയി. ഒരു സിംഗിൾ മൂവിങ് ലോഡ് മൂവ് ചെയ്യുമ്പോൾ ഈ ഒരു ILD നമുക്ക് എല്ലായിടത്തും യൂസ് ചെയ്യാം.
റിയാക്ഷൻ്റെ ILD ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ കേസിൽ ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഈ ഒരു ഡയഗ്രാം ഓർത്തിരിക്കുക. ഏത് സപ്പോർട്ടാണോ ചോദിച്ചിരിക്കുന്നത് അവിടെ മാക്സിമം, അത്രയും മാത്രം ഓർത്തിരിക്കുക. ഇത് എല്ലാ കേസിലും കോമൺ ആണ്. ഇത് 1 ലോഡാണെങ്കിലും 2 ലോഡാണെങ്കിലും 10 ലോഡാണെങ്കിലും എല്ലാം ഈ ഡയഗ്രാം സെയിം ആണ് നമുക്കുണ്ടാവുന്നത്. ഓക്കെ, സോ ഇപ്പം നമ്മൾ പഠിച്ചത് സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് സിംഗിൾ മൂവിങ് ലോഡ്. ഇനി അടുത്ത കേസ് നോക്കാം. അടുത്ത കേസിൽ സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് ട്രെയിൻ ഓഫ് മൂവിങ് ലോഡ്സ് അഥവാ വീൽഡ് ലോഡ്സ്. എന്താണ് ഈ വീൽഡ് ലോഡ് അഥവാ ട്രെയിൻ ഓഫ് മൂവിങ് ലോഡ്സ് എന്ന് പറയുന്നത്? നമ്മുടെ റെയിൽവേ ബ്രിഡ്ജിൽ നമ്മുടെ ഒരു ട്രെയിൻ പോവുകയാണ്. ട്രെയിനിൻ്റെ ഓരോ വീലിൽ നിന്നും ഉണ്ടാകുന്ന റിയാക്ഷൻസ് അതൊരു ട്രെയിൻ ഓഫ് ലോഡ്സ്, ട്രെയിൻ ഓഫ് മൂവിങ് ലോഡ്സ് ആണ്. സോ ആ വീൽഡ് ലോഡ്സിനെയാണ് നമ്മൾ ഈ സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് ട്രെയിൻ ഓഫ് മൂവിങ് ലോഡ്സ് എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ ആ കേസിൽ ഇതാ നമുക്ക് നോക്കാം. നമ്മുടെ സെയിം ബീം AB ബീം L സ്പാനുള്ള ബീം, അവിടെ കുറേ വീൽ ലോഡ്സുകളുണ്ട്, W1 W2 W3 W4 എന്നിവയൊക്കെ. അവ തമ്മിലുള്ള ഡിസ്റ്റൻസും ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓരോ വീല് ലോഡുകളും തമ്മിലുള്ള ഡിസ്റ്റൻസ് അത് മൂവ് ചെയ്യുന്ന ഡയഗ്രാം മാർക്ക് ചെയ്തിട്ടുണ്ട്. നോക്കുക, W1 മുന്നിൽ പോയി W2 W3 W4 എല്ലാം പിറകെ വരുന്ന രീതിയിലാണ് ഇത് മൂവ് ചെയ്യുന്നത്. എൻ്റെ ഡയറക്ഷനാണ് കാണിച്ചിട്ടുള്ളത്. അത് നമ്മൾ പറയുകയാണെങ്കിൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുന്നു വിത്ത് W1 ലീഡിങ്, അങ്ങനെയാണ് പറയുക. ഓക്കെ, അങ്ങനെയാണെങ്കിലാണ് നമുക്കിത് കറക്റ്റായിട്ട് പൊസിഷൻ ചെയ്യാൻ പറ്റുക. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഡയഗ്രാം. നമുക്ക് ഇത്രയും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മളോട് ചോദിക്കും, നമ്മൾ ചെയ്യാൻ പോകുന്നത് ILD ആണ്. ഓട്ടോമാറ്റിക്കലി നമ്മൾ ILD വരയ്ക്കണം. ഇതാ ഇവിടെ ഒരു റിസൾട്ടൻ്റ് ഫോഴ്സ്, ഈ ടോട്ടൽ വീൽ ലോഡിൻ്റെ റിസൾട്ടൻറ്റും കൂടി ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതെന്ന് പറയുന്നത് ക്യാപിറ്റൽ R ആണ്. ജസ്റ്റ് അതിപ്പോൾ മനസ്സിലാക്കി വയ്ക്കുക. അതിൻ്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് അടുത്ത സ്ലൈഡിൽ ക്ലിയർ ആകും. ഓക്കെ, ഇനി നമ്മൾ ILD ഫോർ VA വരയ്ക്കാൻ പോവുകയാണ്. നമുക്ക് ILD ഫോർ VAയുടെ ഷേപ്പ് എന്താണെന്ന് അറിയാം. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ആണെന്ന് നമുക്കറിയാം. VA ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ആ ഒരു സപ്പോർട്ടിൽ മാക്സിമം വാല്യൂ അതാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ആ വാല്യൂ എത്രയാണ്? 1 ആണ് ആ മാക്സിമം വാല്യൂ. അത് ഓൾവേസ് അങ്ങനെ തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്കിതാ ഇവിടെ ഓരോ ലോഡുണ്ട്. ഒരു ലോഡല്ല, കുറേ ലോഡുണ്ട്. നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് എങ്ങനെ ഇത്രയും ലോഡിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് സപ്പോർട്ട് എയിലെ ILD കണ്ടുപിടിക്കും, സപ്പോർട്ട് എയിലെ റിയാക്ഷൻ കണ്ടുപിടിക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. സോ ഇവിടെ ഒരു കാര്യം ഓർത്തിരിക്കണം, അതൊരു നോട്ടാണ്. കോൺസെൻട്രേറ്റഡ് ലോഡ് ഒക്യുപ്പൈസ് ഹൈറ്റ്. കോൺസെൻട്രേറ്റഡ് ലോഡ് ഒക്യുപ്പൈസ് ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ ഓരോ ലോഡിനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഈ വരയ്ക്കുന്ന നമ്മുടെ ILD ഫോർ VAയിൽ വരുന്ന ഓർഡിനേറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കുക. W1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് Y1, W2ന് A ഡിസ്റ്റൻസ് മാറി W2ന് കറസ്പോണ്ടിങ് ആയിട്ട് Y2, B ഡിസ്റ്റൻസ് മാറി W3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് Y3, C ഡിസ്റ്റൻസ് മാറി W4ന് കറസ്പോണ്ടിങ് ആയിട്ട് Y4. സോ ഇങ്ങനെയാണ് അതിലെ ഓർഡിനേറ്റ്സ് ഉണ്ടാവുക. ഇനി ഇത്രയും ഓർഡിനേറ്റ്സ് കിട്ടിയെങ്കിൽ റിയാക്ഷൻ എങ്ങനെ കാണാം? റിയാക്ഷൻ കാണാൻ ഒന്നുമില്ല, ഈ ലോഡ് ഇൻറ്റു ഈ ഓർഡിനേറ്റ്, ഈ ലെങ്ത് മൾട്ടിപ്ലൈ ചെയ്യുക. W1 Y1 പ്ലസ് W2 Y2 പ്ലസ് W3 Y3 പ്ലസ് W4 Y4 ആയിരിക്കും ഈ പർട്ടിക്കുലർ ലോഡ് കണ്ടീഷനിൽ സപ്പോർട്ട് എയിലെ റിയാക്ഷൻ എന്ന് പറയുന്നത്. അതാണ് പറയുന്നത് കോൺസെൻട്രേറ്റഡ് ലോഡ് ഒക്യുപ്പൈസ് ഹൈറ്റ്. കോൺസെൻട്രേറ്റഡ് ലോഡ് ഇൻറ്റു കറസ്പോണ്ടിങ് ഓർഡിനേറ്റ് ഓൺ ദി ILD ഗീവ്സ് ദ റിയാക്ഷൻ. ഓക്കെ, സോ ഒരു ട്രെയിൻ ഓഫ് ലോഡ്സ് ആകുമ്പോൾ ഓരോന്നും ഇൻറ്റു ചെയ്ത് ആഡ് ചെയ്യുക. അങ്ങനെ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിയാക്ഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ലോഡ് ഇങ്ങനെ ഉപയോഗിക്കുകയാണ്. നെക്സ്റ്റ് കേസിൽ നോക്കുക, W1 എന്ന് പറഞ്ഞ് നമ്മൾ കാണിച്ച ആ ലോഡ് നമ്മൾ കൺസിഡർ ചെയ്തിരുന്ന ബ്രിഡ്ജ് അല്ലെങ്കിൽ ഈ സ്പാനിൽ നിന്നും വെളിയിലേക്ക് ചാടി. അപ്പോൾ ഇപ്പോൾ ആകെക്കൂടി W2 W3 W4 ആണ് ഇതിലുള്ളത്. ഈ കേസിൽ ആണെങ്കിലും നമ്മൾ എങ്ങനെയാണ് റിയാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്? സപ്പോർട്ട് എയിലെ നമ്മുടെ ILD വരയ്ക്കും. ഈ പർട്ടിക്കുലർ പൊസിഷനിൽ ILDയിലെ ഓർഡിനേറ്റ്സ് എടുക്കുന്നു. അവ കോൺസെൻട്രേറ്റഡ് ലോഡ് ഇൻറ്റു ഓർഡിനേറ്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ട്രെയിൻ ഓഫ് ലോഡ്സ് ആകുമ്പോൾ എത്ര ലോഡുകളുണ്ടോ ആ ഒരു പ്രോഡക്റ്റിനെ ആഡ് ചെയ്യുന്നു.
സോ ഇതാണ് VA2 ഫോർ ദി ഗിവൺ ലോഡിംഗ്. W2 Y2 ഡാഷ് പ്ലസ് W3 Y3 ഡാഷ് പ്ലസ് W4 Y4 ഡാഷ്. ഈ കേസിൽ W1 പുറത്ത് പോയത് കൊണ്ട് നമ്മൾ കൺസിഡർ ചെയ്ത സ്പാനിന്റെ വെളിയിലായി W1. ഓക്കെ, അത് ഓർക്കണം. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് തരുമ്പോൾ എപ്പോഴും വേർഡിങ്സിലായിരിക്കും തരിക. ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് തരുന്ന ക്വസ്റ്റ്യൻസിനെ ഡയഗ്രമാക്കി മാറ്റാനുള്ള ഒരു കഴിവാണ് മെയിനായിട്ടും സ്ട്രക്ചറൽ അനാലിസിസ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരിക. ബിക്കോസ് അവർ വേർഡിങ്സിൽ കുറേ കാര്യം പറയും, അതിൻ്റെ അടുത്ത് ചില 1-2 വാക്കുകൾ വിട്ടുപോയാൽ തന്നെ നമുക്ക് നമ്മുടെ ഡയഗ്രാം മൊത്തത്തിൽ തെറ്റിപ്പോയി നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ നമ്മൾ അതിനെ ഡീവിയേറ്റ് ചെയ്ത് പോകും. എല്ലാത്തിലും നമുക്ക് സൊല്യൂഷൻ ഉണ്ടായിരിക്കും, പക്ഷെ നമ്മുടെ ആൻസർ തെറ്റിപ്പോകും. അത് ഉണ്ടാവാതെ സൂക്ഷിക്കുക. അതാണ് ആ ഒരു എബിലിറ്റി എല്ലാവരും ഒന്ന് കൊണ്ടുവരിക്കണം. നമ്മളിങ്ങനെ കുറച്ച് പ്രോബ്ലംസ് വരച്ച് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്കത് അക്വയർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ VA2 എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് കണ്ടു നമ്മൾ. സോ ഇങ്ങനെ ഓരോ കേസിലും നമുക്ക് വരും. നമ്മൾ പറഞ്ഞായിരുന്നു ILD എന്ന് പറയുന്നത് എപ്പോഴും ക്രിട്ടിക്കൽ കണ്ടീഷനെ കണ്ടുപിടിക്കാനായിട്ട് മൂവിങ് ലോഡ്സ് വരുമ്പോൾ ഏത് ലോഡ് എവിടെ വെച്ചാലാണ് മാക്സിമം ക്രിട്ടിക്കൽ കണ്ടീഷൻ ഉണ്ടാകുന്നത് എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ടൂളാണെന്ന് പറഞ്ഞു. സോ അങ്ങനെയെങ്കിൽ മാക്സിമം റിയാക്ഷൻ ഒബ്റ്റെയിൻ ചെയ്യുന്നതിനുള്ള ഒരു കണ്ടീഷനുണ്ട്. ആ കണ്ടീഷൻ ഇതാണ്: ലോഡ് റോൾഡ് ഓഫ് ടു ദി സക്സീഡിംഗ് വീൽ സ്പേസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ the sum of the remaining loads on the span to span length. ഓർക്കുക, ലോഡ് റോൾഡ് ഓഫ് ടു ദി സക്സീഡിംഗ് വീൽ സ്പേസ് ഗ്രേറ്റർ ദാൻ ദി സം ഓഫ് ദി റിമൈനിങ് ലോഡ്സ് ഓൺ ദി സ്പാൻ ടു സ്പാൻ ലെങ്ത്. ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ നമ്മളിപ്പോൾ കണ്ട ആ ട്രെയിൻ ഓഫ് മൂവിംഗ് ലോഡ്സിന്റെ എക്സാമ്പിളിൽ എങ്ങനെയാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. സോ നമ്മുടെ പ്രീവിയസ് ലോഡിംഗ് കണ്ടീഷൻ ഇതായിരുന്നു: W1 W2 W3 W4. അതേ സെയിം ഡയഗ്രാം. സോ W1 റോൾ ഓഫ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ W1 ഡിവൈഡഡ് ബൈ A ഇസ് ഗ്രേറ്റർ ദാൻ ദ സം ഓഫ് ദി റിമൈനിങ് ലോഡ്സ് ഓൺ ദി സ്പാൻ. ഇപ്പൊ W1 റോൾ ഓഫ് ചെയ്തു, അതിന്റെ തൊട്ട് പുറകെയുള്ള സക്സീഡിങ് വീൽ സ്പേസ് എന്ന് പറയുന്നത് W1ന്റെ തൊട്ട് പുറകിലെ സ്പേസിംഗ് എന്ന് പറയുന്നത് A ആണ്. അതാണ് W1 ബൈ A ഇസ് ഗ്രേറ്റർ ദാൻ സം ഓഫ് ദി റിമൈനിങ് ലോഡ്സ് ഓൺ ദി സ്പാൻ. ഏതൊക്കെയാണ്? W2 പ്ലസ് W3 പ്ലസ് W4 ഡിവൈഡഡ് ബൈ സ്പാൻ ലെങ്ത്. സ്പാൻ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബീമിന്റെ സ്പാൻ ആണ് എടുക്കേണ്ടത്, നോട്ട് A പ്ലസ് B പ്ലസ് C. അങ്ങനെ ഒരിക്കലും എടുക്കരുത്. വീലിന്റെ സ്പേസിംഗിന്റെ സമ്മല്ല, ബീമിന്റെ സ്പാൻ ആണ് എടുക്കേണ്ടത്. സോ അതാണ് ഇവിടുത്തെ കണ്ടീഷൻ. ഓർത്തു വയ്ക്കുക. ഫോർ ഒബ്റ്റൈനിങ് മാക്സിമം റിയാക്ഷൻ ഒബ്റ്റൈൻ ചെയ്യാനായിട്ടുള്ള കണ്ടീഷൻ ഇതാണ്: ലോഡ് റോൾഡ് ഓഫ് ടു ദി സക്സീഡിംഗ് വീൽ സ്പേസ് ഗ്രേറ്റർ ദാൻ സം ഓഫ് ദി റിമൈനിങ് ലോഡ്സ് ഓൺ ദി സ്പാൻ ടു സ്പാൻ ലെങ്ത്. ഓർത്തു വയ്ക്കുക, ഇതാണ് മാക്സിമം റിയാക്ഷനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മിക്കവാറും എന്നല്ല, അപ്പം നമുക്കറിയാം മാക്സിമം ലോഡ് കേസ് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷൻസിൽ എല്ലാം എന്നല്ല, അങ്ങനെയാണ്. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ റിസൾട്ടന്റ് ഫോഴ്സ്, ഇവിടെ R എന്ന് പറയുന്ന ഒരു ഫോഴ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ കാണിച്ചിരിക്കുന്ന വീൽ ലോഡ്സിന്റെ റിസൾട്ടന്റ് ആണ്. ഈ റിസൾട്ടന്റ് ഫോഴ്സ് നമ്മൾ വരയ്ക്കുന്ന ILDയുടെ മാക്സിമം ഓർഡിനേറ്റിനോട് ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു കണ്ടീഷനിലായിരിക്കും നമുക്ക് എപ്പോഴും ക്രിട്ടിക്കൽ ആയിട്ടുള്ള കണ്ടീഷൻ ഉണ്ടാവുന്നത്. സോ അതാണ്: ഇഫ് ദ റിസൾട്ടന്റ് ഓഫ് ദി ഫോഴ്സ് R ഈസ് ക്ലോസ് ടു ദി മാക്സിമം ഹൈറ്റ് ഓഫ് ILD then the maximum reaction occurs. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ സിംഗിൾ മൂവിംഗ് ലോഡിന്റെ കേസ് കണ്ടു, ട്രെയിൻ ഓഫ് മൂവിംഗ് ലോഡ്സിന്റെ കേസ് കണ്ടു, അതിൽ തന്നെ മാക്സിമം റിയാക്ഷൻ ഉണ്ടാകാനുള്ള കണ്ടീഷനും കണ്ടുപിടിച്ചു. ഓക്കെ, സോ ഇത്രയുമായി ഇതിപ്പോൾ നമ്മൾ ട്രെയിൻ ഓഫ് മൂവിംഗ് ലോഡ്സ് അല്ലെങ്കിൽ വീൽഡ് ലോഡ്സ് കണ്ടു. ഇനി അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ILD ഫോർ റിയാക്ഷനിൽ തന്നെ ലോഡ് ടൈപ്പ് മാറി. ഇപ്പോൾ ഒരു മൂവിംഗ് UDL അഥവാ ട്രാക്ഡ് ലോഡ്സ് എന്ന് നമ്മൾ പറയും. ട്രാക്ഡ് ലോഡ്, ട്രാക്ക്, ട്രെയിൻ അങ്ങനെ വിചാരിക്കരുത്. ട്രാക്ഡ് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ബങ്കറുകളൊക്കെ ഇല്ലേ, ഒരു ചെയിനിൽ കൂടി തന്നെ വീലുകൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോകുന്ന, പീരങ്കിയൊക്കെ കൊണ്ട് നടക്കുന്ന പട്ടാളക്കാരൊക്കെ യൂസ് ചെയ്യുന്ന ബങ്കറുകൾ, അങ്ങനത്തെ
വെഹിക്കിൾസിനെയാണ് നമ്മൾ മൂവിങ് UDL അഥവാ ട്രാക്ഡ് ലോഡ്സ്, അവയുടെ ലോഡ്സിനെയാണ് പറയാറുള്ളത്. ഓക്കെ, സോ നമ്മളിപ്പോൾ കോൺസെൻട്രേറ്റഡ് ലോഡ്സിന്റെ കേസ് കണ്ടു. ഇനി നമ്മൾ UDLൽ എങ്ങനെയാണ് ഒരു ILD ഫോർ റിയാക്ഷൻ വരയ്ക്കുന്നത് എന്ന് നോക്കാം. ഇതിൽ നമുക്കൊരു 3 കേസുണ്ട്. ചിലപ്പോൾ നമ്മുടെ ബ്രിഡ്ജിന്റെ സ്പാനിനേക്കാളും നീളം കുറഞ്ഞ UDL ആകാം, ചിലപ്പോൾ കൂടിയതാകാം, ചിലപ്പോൾ സെയിം ലെങ്ത് ആയിട്ടുള്ളവയാകാം. അപ്പോൾ ഈ ഓരോ കേസിലും എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. ഒരു കേസ് ക്ലിയർ ആയാൽ തന്നെ ബാക്കി 2 കേസ് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മനസ്സിലേക്ക് കയറും. ഡോണ്ട് വറി. ഫസ്റ്റ് കേസ് നമ്മൾ നോക്കുന്നത് ലെങ്ത് ഓഫ് ദി UDL ഇസ് ഈക്വൽ ടു ദി സ്പാൻ ലെങ്ത്. സ്പാൻ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രിഡ്ജിന്റെ ലെങ്ത് അതാണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫിഗർ. AB എന്ന് പറയുന്നത് സ്പാൻ ലെങ്ത് L. അതിന്റെ മുകളിൽ ഒരു UDL ഉണ്ട്, W പെർ യൂണിറ്റ് റൺ, എപ്പോഴും യൂണിറ്റ് റൺ ആയിരിക്കും. അതിന്റെ ലെങ്ത് L1 ആണ്. ഇത് രണ്ടും ഈക്വൽ ആയിട്ടുള്ള കേസ്. അപ്പൊ നമുക്ക് കോൺസെൻട്രേറ്റഡ് ലോഡിന്റെ കേസിൽ അറിയായിരുന്നു എങ്ങനെയാണ്. ILDയുടെ ഷേപ്പ് നമുക്ക് ഒരിക്കലും മാറുന്നില്ല. എന്തായിരിക്കും നമ്മുടെ ILDയുടെ ഷേപ്പ്? ട്രയാങ്കിൾ, ലീനിയർ വേരിയേഷൻ ആയിട്ടുള്ള ഒരു ട്രയാങ്കിൾ ആയിരിക്കും ILDയുടെ. സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ കേസിൽ ഉണ്ടാവുന്ന ഷേപ്പ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ എപ്പോഴും VAയുടെ കാര്യമാണ് എടുക്കുന്നത്, അതുകൊണ്ടാട്ടോ ഇവിടെ മാക്സിമം ഓർഡിനേറ്റ് വരുന്ന രീതിയിൽ വരച്ചിട്ടുള്ളത്. ഇനി ഇവിടെ UDL ആണ്. നമ്മൾ കോൺസെൻട്രേറ്റഡ് ലോഡിന്റെ കേസിൽ കോൺസെൻട്രേറ്റഡ് ലോഡ് ഇൻറ്റു അത് ഒക്യുപ്പൈ ചെയ്ത ഓർഡിനേറ്റ് ആണ് എടുത്തത്. അങ്ങനെയെങ്കിൽ UDLന്റെ കേസിൽ ഒരു വ്യത്യാസമുണ്ട്. UDL അത് ലേ ചെയ്യുന്ന ഏരിയയാണ് എടുക്കേണ്ടത്. ഓർക്കുക, കോൺസെൻട്രേറ്റഡ് ലോഡ് ഒക്യുപ്പൈസ് ഹൈറ്റ്, വേറസ് UDL ഒക്യുപ്പൈസ് ഏരിയ. UDL ഏരിയനെയാണ് കൺസ്യൂം ചെയ്യുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പാനിൽ എത്രത്തോളം UDL കിടക്കുന്നുണ്ടോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ILDയുടെ ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യണം. സോ ഈ കേസിൽ സ്പാനിന്റെ മൊത്തത്തിൽ നിറഞ്ഞു കിടക്കുകയാണ്. സ്പാനിന്റെ ലെങ്തും UDLന്റെ ലെങ്തും സെയിം ആണ്. സോ ടോട്ടൽ ILDയുടെ ഏരിയ വേണം നമ്മൾ കൺസിഡർ ചെയ്യാനായിട്ട്. സോ ഈ ഒരു പെർട്ടിക്കുലർ ലോഡിംഗ് കണ്ടീഷനിൽ റിയാക്ഷൻ അറ്റ് A എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദി ILD ഒക്യുപ്പൈഡ് ബൈ UDL ഇൻറ്റു ഇന്റൻസിറ്റി ഓഫ് ദി UDL ആണ്. സോ നമുക്ക് ട്രയാങ്കിളിന്റെ ഏരിയ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ആൾട്ടിറ്റ്യൂഡ് ഇൻറ്റു ഇന്റൻസിറ്റി ഓഫ് UDL W. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് WL/2 എന്ന് പറഞ്ഞ് റിയാക്ഷൻ അറ്റ് A ലഭിക്കും ഈ ഒരു കേസിൽ. ഇനി ഇതാണ് സ്പാൻ ലെങ്ത്തും UDL ലെങ്ത്തും സെയിം ആയിട്ടുള്ള കണ്ടീഷൻ. ഓക്കെ, ഇത് ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത കേസ് വളരെ ഈസി ആയിട്ട് മനസ്സിലാകും. അടുത്തത് സെയിം മൂവിങ് UDL തന്നെ, പക്ഷെ UDLന്റെ ലെങ്ത് സ്പാൻ ലെങ്ത്തിനേക്കാളും കുറവാണ്. അങ്ങനെ വരുമ്പോൾ എങ്ങനെയിരിക്കും? സ്പാനിന്റെ ലെങ്ത് L ഉണ്ട്, UDLന്റെ ലെങ്ത് L1 ഉള്ളൂ. ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കണ്ടീഷനാണ് എടുത്തിട്ടുള്ളത്. അതായത് Aയിൽ നിന്ന് L1 അങ്ങ് കയറി അല്ലെങ്കിൽ ഓടി തുടങ്ങിയതേ ഉള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ L1 എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ മാർക്ക് ചെയ്തിട്ടുള്ളൂ. നമ്മൾ എന്താ ചെയ്യുന്നത്? ILDയിൽ ഈ ഒരു പെർട്ടിക്കുലർ UDL പൊസിഷനിൽ കൺസ്യൂം ചെയ്യുന്ന ഏരിയ എത്രയാണെന്ന് നോക്കുക. വളരെ സിമ്പിളാണ്. ILD ഫോർ VA ഡയഗ്രാം വരയ്ക്കുക. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ILDയിലെ ഏരിയ മാർക്ക് ചെയ്യുക. ആ ഏരിയ ഇൻറ്റു ഇന്റൻസിറ്റി ഓഫ് UDL ചെയ്യുക. ഇതൊരു ട്രപ്പീസിയം ആയതുകൊണ്ടാണ് ട്രപ്പീസിയത്തിന്റെ ഏരിയ y1 + y2/2 ഇൻറ്റു ഈ ഡിസ്റ്റൻസ്, അതാണ് L1, ദാറ്റ് ഇൻറ്റു ഇന്റൻസിറ്റി. ഓക്കെ, സോ ഇതാണ് ലെങ്ത് ഓഫ് UDL ലെസ് ദാൻ സ്പാൻ ലെങ്ത് വരുന്ന കേസിൽ. സിമ്പിൾ ആണ്. ജസ്റ്റ് ഏരിയ എത്രത്തോളം ILDയിൽ ഒക്യുപ്പൈ ചെയ്യുന്നുണ്ട് അത് മാത്രം കണ്ടാൽ മതി. അടുത്തത് ലെങ്ത് ഓഫ് UDL ഗ്രേറ്റർ ദാൻ സ്പാൻ ലെങ്ത്. സ്പാൻ ലെങ്ത്തിനേക്കാളും കൂടിയ ഒരു ലെങ്ത് ഉള്ള UDL ആണെങ്കിൽ. സോ ഇവിടെ നോക്കൂ, ഈ ഒരു പെർട്ടിക്കുലർ കണ്ടീഷനിൽ ഇതിന്റെ L1 എന്ന് പറയുന്നത് പുറത്തേട്ടും കൂടി നിൽക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ തന്നെ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കണമെന്ന് നിർബന്ധമില്ല. നമുക്കൊരു പ്രോബ്ലം ഉണ്ട്, അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആകും ക്വസ്റ്റ്യനിൽ വരുന്ന വ്യത്യാസങ്ങൾ എന്താണെന്നുള്ളത്. സോ ഈ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫുൾ ഏരിയനെ ഒക്യുപ്പൈ ചെയ്യുന്നുണ്ട്. സോ ടോട്ടൽ ഏരിയ ഇൻറ്റു ഇന്റൻസിറ്റി ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് കേസിൽ കണ്ട സെയിം റിസൾട്ട് തന്നെയാണ് ഈ ഒരു പെർട്ടിക്കുലർ കേസിലും കിട്ടുന്നത്. സോ ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുക. UDL ഹൈറ്റ് ആണ്, ഏരിയ ആണ് ഒക്യുപ്പൈ ചെയ്യുന്നത്, കോൺസെൻട്രേറ്റഡ് ലോഡ്സ് ഹൈറ്റ് ആണ് ഒക്യുപ്പൈ ചെയ്യുന്നത്. ആ ഒരു പോയിന്റ് ഓർത്ത് വയ്ക്കാം. ഓക്കെ, സോ ഇത്രയാണ് ILD ഫോർ റിയാക്ഷൻ. സോ നമ്മൾ ഈ പഠിച്ച ILD ഫോർ റിയാക്ഷനിലെ പോയിന്റ്സ് എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മെമ്മറൈസ് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം.
ഫസ്റ്റ് പോയിന്റ് ഇതായിരുന്നു, റിയാക്ഷൻ ഡ്യൂ ടു വീൽ ലോഡ് അല്ലെങ്കിൽ ഒരു കോൺസെൻട്രേറ്റഡ് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ലോഡ് ഇൻറ്റു ഓർഡിനേറ്റ് ഓഫ് ദി ILD കറസ്പോണ്ടിങ് ടു ദാറ്റ് ലോഡാണ്. ഓർക്കുക, നമ്മൾ ലാസ്റ്റ് പഠിച്ചത് അല്ലെങ്കിൽ ചെയ്ത് വന്ന് കണ്ട കാര്യങ്ങൾ ഒന്ന് ഈ ഒരു പോയിന്റ് പറയുമ്പോൾ തന്നെ മനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ലോഡ് ഇൻറ്റു ഓർഡിനേറ്റ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി റിയാക്ഷൻ ഡ്യൂ ടു UDL ആണ് കണ്ടുപിടിക്കേണ്ടത് എങ്കിൽ ഏരിയ ഓഫ് ദി ILD ഒക്യുപ്പൈഡ് ബൈ ദ UDL ഇൻറ്റു ഇന്റൻസിറ്റി ഓഫ് ദി UDL. ഓക്കെ, ഏരിയ ഇൻറ്റു ഇന്റൻസിറ്റി, കോൺസെൻട്രേറ്റഡ് ലോഡ് ആകുമ്പോൾ ഓർഡിനേറ്റ് ഇൻറ്റു ലോഡ്, അതാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ട്രെയിൻ ഓഫ് മൂവിംഗ് ലോഡ്സിന്റെ കേസിൽ പഠിച്ചായിരുന്നു. കണ്ടീഷൻ ഫോർ ഒബ്റ്റൈനിങ് മാക്സിമം റിയാക്ഷൻ യൂസിങ് വീൽ ലോഡ്സ് എന്ന് പറയുന്നത് ലോഡ് റോൾഡ് ഓഫ് ടു ദി സക്സീഡിങ് വീൽ സ്പേസ് ഇസ് ഗ്രേറ്റർ ദാൻ ദി സം ഓഫ് ദി റിമൈനിങ് ലോഡ്സ് ഓൺ ദി സ്പാൻ ടു സ്പാൻ ലെങ്ത് ആണ്. ഓക്കെ, ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ ആയിരിക്കും അവിടെ മാക്സിമം റിയാക്ഷൻ ഉണ്ടാകുന്നത്. ഇപ്പൊ നമ്മൾ ലാസ്റ്റ് കണ്ട ഒരു പ്രീവിയസ് എക്സാമ്പിൾ വെച്ചിട്ടാണെങ്കിൽ W1 റോൾ ഓഫ് ചെയ്തു, അതിന്റെ തൊട്ടു പുറകെ ഉള്ള വീൽ സ്പേസ് ഗ്രേറ്റർ ദാൻ ബാക്കി എത്ര ലോഡ് ആ സ്പാനിൽ ഇരിക്കുന്നു ഡിവൈഡഡ് ബൈ ടോട്ടൽ സ്പാൻ ലെങ്ത് ഓഫ് ദി ബ്രിഡ്ജ്, അതാണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി എങ്കിൽ നമ്മൾ മാക്സിമം റിയാക്ഷൻ എങ്ങനെയാണ് എന്ന് കണ്ടുപിടിക്കാനായി അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും എന്ന് പറയണമെങ്കിൽ W1 ഇരിക്കേണ്ട പൊസിഷനിൽ ആ കറസ്പോണ്ടിങ് സപ്പോർട്ടിൽ തന്നെ ഇരിക്കുക, ബാക്കി ലോഡ്സ് കോൺസിക്വന്റ്ലി അറേഞ്ച് ചെയ്യുക, എന്നിട്ട് റിയാക്ഷൻ കണ്ടുപിടിക്കുക. ആ ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ ആയിരിക്കും മാക്സിമം റിയാക്ഷൻ ഉണ്ടാകാനുള്ള അല്ലെങ്കിൽ മാക്സിമം റിയാക്ഷന്റെ വാല്യൂ കിട്ടാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഓരോ പ്രോബ്ലം ചെയ്യുമ്പോൾ അത് ക്ലിയർ ആകും എങ്ങനെയാണെന്നുള്ളത്. നമുക്ക് ഓരോ സെക്ഷൻസിലായിട്ട് അത് കാണാം. അതേപോലെ തന്നെ ഇനി മാക്സിമം വാല്യൂ ഓഫ് റിയാക്ഷൻ യൂസിങ് UDL ആണ് എങ്കിൽ വളരെ ഈസിയാണ്. UDL മാക്സിമം ഏരിയ ഒക്യുപ്പൈ ചെയ്യുന്ന രീതിയിൽ പ്ലേസ് ചെയ്യണം. പ്ലേസ് ദ UDL സജസ്റ്റ് ടു ഒക്യുപ്പൈ ദ മാക്സിമം ഏരിയ ഓഫ് ILD. ഓക്കെ, സോ രണ്ട് കണ്ടീഷൻസും നമ്മളിപ്പോൾ കണ്ടു. സോ ഇത്രയാണ് ILD ഫോർ റിയാക്ഷൻ ഫോർ എ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇത് ക്ലിയർ ആണെങ്കിലാണ് നമുക്ക് ഇതിന്റെ തൊട്ടു പുറകെ വരുന്ന ILD ഫോർ ഷിയർ ഫോഴ്സും ILD ഫോർ ബെൻഡിങ് മൊമെന്റും എല്ലാം ക്ലിയർ ആവുകയുള്ളൂ. ഓക്കെ, സോ ഇത്രയും ക്ലിയർ ആയി. നമുക്കിനി ഒരു പ്രോബ്ലം കൂടി ജസ്റ്റ് നോക്കാം. ഇതാണ് ഒരു വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്, എന്നാൽ കുറച്ച് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. നമ്മൾ ഈ പഠിച്ച എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. നോക്കുക, എ UDL ഓഫ് 30 kN and 8 meter length rolls over a bridge of span 6 meter from its left support to right. The reaction at the left support when the tail end of the UDL is at a distance of 2 meter from it is option A 40, option B 400, option C 50, option D 500. ഓക്കെ, യൂണിറ്റ് കിലോ ന്യൂട്ടണിൽ തന്നെയാണ്. ഓക്കെ, നമുക്കിതാ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങളെല്ലാം ഫിഗർ ആയിട്ട് അല്ലെങ്കിൽ ഓരോ പിക്ചർ വെച്ചിട്ടാണ് നമ്മൾ കണ്ടത്. സോ നമ്മൾ ആ കണ്ടുവന്ന സാധനത്തിലേക്ക് ഇതൊന്ന് കൺവേർട്ട് ചെയ്യണം. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? UDLന്റെ ഇന്റൻസിറ്റി തന്നിട്ടുണ്ട്, W തന്നിട്ടുണ്ട്, ആൻഡ് ലെങ്ത് ഓഫ് ദി UDL തന്നിട്ടുണ്ട്, L1 തന്നിട്ടുണ്ട്. റോൾസ് ഓവർ എ ബ്രിഡ്ജ് ഓഫ് സ്പാൻ 6 മീറ്റർ, സ്പാൻ ബ്രിഡ്ജിന്റെ സ്പാൻ L തന്നിട്ടുണ്ട്. ഫ്രം ഇറ്റ്സ് ലെഫ്റ്റ് സപ്പോർട്ട് ടു റൈറ്റ്, സപ്പോർട്ട് എവിടെ നിന്ന് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ഇത്രയും കാര്യം ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മുടെ ബ്രിഡ്ജിന്റെ സ്പാൻ 6 മീറ്റർ ആണ്. ലെഫ്റ്റ് സപ്പോർട്ട് ടു റൈറ്റ് എന്നാണ്. സോ ഞാൻ ഇത് ലെഫ്റ്റ്, നമ്മുടെ ഹാൻഡ് എടുക്കുന്ന പോലെ തന്നെ ലെഫ്റ്റും ഇത് റൈറ്റും എടുക്കുന്നു. ചിലരിത് A-B എന്ന് എഴുതും. അത് കഴിയുമ്പോൾ നമുക്ക് ഒരു മിസ്റ്റേക്ക് വരും. ക്വസ്റ്റ്യനിൽ എങ്ങനെയാണോ ലെഫ്റ്റ് റൈറ്റ് എന്നാണോ പറഞ്ഞേക്കണമെങ്കിൽ നിങ്ങൾ ലെഫ്റ്റ് റൈറ്റ് എന്ന് തന്നെ ഫിഗർ വരയ്ക്കുമ്പോൾ എഴുതാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ A-B എന്ന് എഴുതി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എയിൽ നിന്ന് ബിയിലേക്കാണോ ബിയിൽ നിന്ന് എയിലേക്കാണോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ വരും. പക്ഷെ ക്വസ്റ്റ്യനിൽ ലെഫ്റ്റ് റൈറ്റ്
എന്നാണ് എങ്കിൽ അങ്ങനെ തന്നെ നോട്ട് ചെയ്യുന്നതായിരിക്കും നമുക്ക് കൺഫ്യൂഷൻ ഒഴിവാക്കാനും ക്വസ്റ്റ്യൻ വേഗം ഈസി ആയിട്ട് വായിച്ചു തീർന്ന് എളുപ്പം പ്രോബ്ലത്തിലേക്ക് കടക്കാനും സഹായിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ലെഫ്റ്റും റൈറ്റും മാർക്ക് ചെയ്തു. ഇനി പറഞ്ഞിട്ടുള്ളത് UDL 30 kN/m ആൻഡ് 8 മീറ്റർ ലെങ്ത്. ഓക്കെ, സോ UDLന്റെ ലെങ്ത് 8 മീറ്റർ ഉണ്ട്. 8 മീറ്റർ നീളമുള്ള UDL ആണ്. അത് 30 kN/m ആണ്. ഓക്കെ, അപ്പോൾ അതാണ്ട് നമ്മുടെ സ്പാൻ ലെങ്ത്തിനേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള UDL ആണ്. L1 ഗ്രേറ്റർ ദാൻ L ആണ്. ഓക്കെ, പിന്നെ ചോദിച്ചിരിക്കുന്ന അടുത്ത പോയിന്റ് നോക്കൂ. ദ റിയാക്ഷൻ അറ്റ് ദി ലെഫ്റ്റ് സപ്പോർട്ടിലെ റിയാക്ഷൻ ആണ് ചോദിച്ചേക്കണേ. when the tail end of the UDL is at a distance of 2 meter from it. ഓക്കെ, tail end of the UDL. അപ്പോൾ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ UDL മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ ഇതാണ്. സോ ഇതാണ് UDLന്റെ ഹെഡ്, ഇതാണ് UDLന്റെ ടെയില്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ടെയിൽ എൻഡ് ഓഫ് ദി UDL ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 2 മീറ്റർ. ഇതാണ് ഇവിടുത്തെ കണ്ണിങ് ആയിട്ടുള്ള കാര്യം. ടെയിൽ എൻഡ് ലെഫ്റ്റ് സപ്പോർട്ടിൽ നിന്നും 2 മീറ്റർ മാറിയിട്ടാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 2 മീറ്റർ മാറിയിട്ട് അറ്റ് പ്രസന്റ് കിടക്കുന്നത്. സോ ഇങ്ങനെയാണ് നമ്മുടെ UDL പോയേക്കണേ. സോ റിമൈനിങ് ആയിട്ട് ഇവിടെ 4 മീറ്റർ ഉണ്ട്, പുറത്തേക്കും 4 മീറ്റർ കിടക്കുന്നുണ്ട്. അങ്ങനെ മൊത്തം 8 മീറ്റർ വന്നിട്ടുള്ളത്. നമുക്ക് ഈ പുറത്തു പോയ സാധനത്തിനെ കൺസിഡർ ചെയ്യേണ്ട കാര്യമേ ഇല്ല. നമുക്ക് സ്പാനിൻ്റെ അകത്ത് എത്ര കിടക്കുന്നു എന്നാണ് നോക്കേണ്ടത്. നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് റിയാക്ഷൻ അറ്റ് ലെഫ്റ്റ് സപ്പോർട്ടാണ്. ലെഫ്റ്റ് സപ്പോർട്ട് ഇതാണ് ലെഫ്റ്റ്. ഞാൻ ഇതിൻ്റെ ILD വരയ്ക്കും. ലെഫ്റ്റ് സപ്പോർട്ടിലാണ് ചോദിച്ചിരിക്കുന്നത്. സോ ലെഫ്റ്റ് സപ്പോർട്ടിൽ മാക്സിമം വാല്യൂ വരുന്നു, ദാറ്റ് ഈസ് 1. റൈറ്റ് സപ്പോർട്ടിൽ 0. ഇതാണ് എൻ്റെ ILD. ഇനി നമുക്കെന്താ UDL ആണ്. സോ UDLന്റെ കേസിൽ എന്താണ് നോക്കേണ്ടത്? UDL ഒക്യുപ്പൈ ചെയ്ത ഏരിയ. സോ ഈ കേസിൽ എന്താ UDL ഒക്യുപ്പൈ ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ ഏരിയ ആണ്. നമുക്കപ്പോൾ ഈ ഏരിയയുടെ ഇത് 4 മീറ്റർ ആണ്. ഇത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇത് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സിമ്പിളാണ്. നമ്മൾ സിമിലർ ട്രയാങ്കിൾസ് യൂസ് ചെയ്താൽ മതി. 6 മീറ്ററിലെ മാക്സിമം ഹൈറ്റ് 1 ആണ് എങ്കിൽ 4 മീറ്ററിൽ എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ 1/6 is equal to x/4. So x is equal to 4/6 അഥവാ 2/3. സോ ഈ ഓർഡിനേറ്റ് എനിക്ക് കിട്ടി 2/3. എന്നോട് എന്താണ് ചോദിച്ചിരിക്കുന്നത്? റിയാക്ഷൻ അറ്റ് ലെഫ്റ്റ് സപ്പോർട്ട്. സോ ലെഫ്റ്റ് സപ്പോർട്ടിലെ റിയാക്ഷൻ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ഏരിയ ഓഫ് ദി ILD ഒക്യുപ്പൈഡ് ബൈ ദ UDL. ഇതാ ഈ ഹാച്ച് ചെയ്തിട്ടുള്ള ഈ ഏരിയ എന്ന് പറയുമ്പോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ്. 1/2 ഇൻറ്റു ബേസ് 4 ഇൻറ്റു ഓൾട്ടിറ്റ്യൂഡ് 2/3. നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു സിമിലർ ട്രയാങ്കിൾസ് യൂസ് ചെയ്ത് 2/3. സോ ഏരിയ ഓക്യുപ്പൈഡ് ബൈ ദ UDL ഓൺ ദി ILD കിട്ടി. ദാറ്റ് ഇൻറ്റു ഇൻറ്റൻസിറ്റി ഓഫ് ദി UDL. ഇൻറ്റൻസിറ്റി എത്രയാണ്? 30 ആണ്. സോ ദാറ്റ് ഈസ് 30. കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 × 2 ക്യാൻസലായി 3 10. So this answer is 40 kilonewton. The option A ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആണ്,
നമ്മൾ പഠിച്ചതിൽ നിന്നും ഇപ്പം ചിലപ്പോൾ ഹെഡ് ഓഫ് ദി UDL അറ്റ് എ ഡിസ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒരു കേസാണ് പറയുന്നതെങ്കിൽ ഏത് എൻഡിൽ നിന്ന് ഏത് എൻഡിലേക്കാണ് മൂവ് ചെയ്യുന്നത്, ഏത് ലോഡാണ് ലീഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹെഡ് ഇന്ന ലോഡ് ഇന്ന പോയിന്റിൽ നിന്ന് ഇത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണ്, അങ്ങനെയൊക്കെ പറയും. സോ അത് ഏതാണ് എങ്ങനെയാണെന്ന് വ്യക്തമായിട്ട് നിങ്ങൾ അതൊരു ഫിഗറിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ആൻസർ തെറ്റിപ്പോവില്ല, വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇത്രയാണ് നിങ്ങൾക്ക് ILD ഫോർ റിയാക്ഷൻ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. അങ്ങനെയെങ്കിൽ ബാക്കി റിമൈനിങ് ടോപ്പിക്സ് നമുക്ക് അടുത്ത് വരുന്ന ബാക്കി വീഡിയോസിൽ കാണാവുന്നതാണ്. താങ്ക് യു.